ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചു. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയുടെ ഇല പോഷകഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. നല്ലൊരു ഇലക്കറിയാണ്. വീട്ടിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അയണും കാൽഷ്യം എല്ലാം വരുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്തത്. മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എത്ര പേരുണ്ട് അതിനാവശ്യമായിട്ട് കറി ഉണ്ടാക്കാം നമുക്ക്. ഞങ്ങൾക്ക് കുറച്ച് കറി മതി, അതിനെ കുറച്ച് വെള്ളവും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. അതിനുശേഷം ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയുള്ളി ആ ഒരു പേസ്റ്റ്, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, അതെല്ലാം കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നിരുന്ന് ഇവിടെ തിളക്കട്ടെ. ഈ തിളച്ചതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയത് ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നൊന്ന് വേവട്ടെ. ഇലക്കറികളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് അധികം ഒന്നും വെള്ളത്തിലിട്ട് ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായി വെന്ത് പോകുമ്പോൾ ഇതിൻ്റെ പോഷകങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ചൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഈ സമയത്തേക്ക് ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 ചെറുള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. ഈ തേങ്ങയും ചെറുള്ളിയും കൂടി ചേർത്തരയ്ക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇത് ഇഞ്ചിയും ഒക്കെ ചതച്ച ജാറാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത്. അപ്പോൾ അതാ ഞാൻ തേങ്ങയും ചെറിയുള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റ് പോലെ നമുക്ക് അങ്ങ് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വെന്ത് വന്നിട്ടിരിക്കുന്ന മുരിങ്ങയുടെ ഇലയിലേക്ക് ഈ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇനി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി തേങ്ങയെല്ലാം അതിലൊന്ന് മിക്സ് ആവട്ടെ. പിന്നെ ഉപ്പും എരിവും നോക്കാം. ഞാനിപ്പോൾ കറിയിൽ എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് മാത്രമാണ്. അതും വീട്ടിലുണ്ടായ കുരുമുളകാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽത്തി ആക്കും ഈ കറീനെ. പിന്നെ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ലാസ്റ്റ് കറിയെല്ലാം തിളച്ചൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറി ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി കറിയാണ്. ഇപ്പോൾ വൈകിട്ടൊക്കെ കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് മുരിങ്ങയുടെ ഇലയും പറിച്ച് കുറച്ച് തേങ്ങയും ചിരകി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അതും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. ഇലക്കറികളൊന്നും കഴിക്കാത്ത ചില കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായി കഴിക്കും. നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. നല്ലൊരു നാടൻ കറി. ഞങ്ങൾ ചെറുതാവുമ്പോൾ അമ്മയൊക്കെ പെട്ടെന്ന് പോയി മുരിങ്ങയുടെ ഇല പൊടിച്ചിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. പരിപ്പും വേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് കറി റെഡിയാവും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്